ഹായ് ഗായ്സ്, സമയം ഇപ്പോൾ 5:37. ഉറക്ക ക്ഷീണം ഉണ്ടാവും. ഇന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഓഫീസിൽ നിന്ന് എല്ലാ ആഴ്ചയും ഡ്രൈവ് പോകുന്നുണ്ട്. പക്ഷേ നോർമലി ഞാൻ ഇപ്പം വീഡിയോ എടുക്കാറില്ല. പക്ഷെ ഇന്ന് ഞാൻ എടുക്കുക, കാരണം നമുക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടി കണ്ടന്റ് ഉണ്ട്. ഗായ്സ്, കിടന്നുറങ്ങണ ജോവിനെ ഞാൻ വിളിച്ചെണിപ്പിച്ചു കൊടുന്ന് ഡ്രൈവിന്. പിന്നെ ഡോയിംബ്രോ ഉണ്ട്. ഡോയിംബ്രോ സേ ഹായ്. കുറച്ച് മിഠായും ജ്യൂസൊക്കെ വാങ്ങിച്ചേക്കാം. എവിടെ സാധനം കണ്ടില്ല? എവിടെ? കോളവിടെ കോളോക്ക് ജപ്പാൻ കോളേട്ടാ, 16 റംസ്. സോ ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 400. സോ നമ്മള് ചെക്കൗടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടാ. ഇതാ നമ്മളെ വണ്ടി, പാമിന്റെ വണ്ടി കേട്ടാ, എന്റെ ബോസിന്റെ വണ്ടിയാണേ. ബോസ് ഇവിടെ ഇല്ല, ആള് ഇറ്റലിയിലാണ് ഇപ്പൊ ഉള്ളത്. അത് കാരണം ഞങ്ങൾ ആളെ വണ്ടി എടുത്തു വന്ന്. മാസീവ് ബിൽഡ് കേട്ടോ വണ്ടി. സോ ഗൈസ്, ഒടുക്കത്തെ ഫോഗ് കണ്ടാ തൊട്ട ഫ്രണ്ടിൽ എന്താന്ന് പോലും ഞങ്ങൾക്ക് കാണാല. സോ ദുബായ് climate has changed. Oh fuck. Bro, slow. അപ്പോൾ നമ്മളിവിടെ ഫ്യൂൽ അടിക്കാൻ വേണ്ടി നിർത്തിയതാ. നമ്മളെ ചെക്കാണ്. ഇതാണ് ഒരു സ്റ്റോക്ക് FJ. ഇതാണ് നമ്മളെ FJ. So guys, നമ്മളിപ്പോ രാവിലെ എത്ര മണിന്ന് അറിയില്ല, വായിച്ചില്ല. അപ്പോ നമ്മളിപ്പോ രാവിലെ ഡ്രൈവിന് പോകാൻ വേണ്ടിയിട്ട് ഡെസേർട്ടിൽ വന്ന്. ഇതാണ് നമ്മൾ മീറ്റപ്പ് വേണ്ടിയിട്ടാണ്. നോർമലി നമ്മളിത് എല്ലാ വീക്കും ചെയ്യാറുള്ളതാണ്. പക്ഷേ ഞാൻ സിമ്പിളായി സ്റ്റോറി ഇടാറാണ് പതിവ്. നമ്മൾ യൂട്യൂബ് തുടങ്ങിയപ്പോൾ യൂട്യൂബിൽ ഇടുന്നത് മാത്രം. അവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്, ലൈക്ക് ഹൗ ടു ഡ്രൈവ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യണം അങ്ങനത്തെ പരിപാടി നോക്കണം. ബൈക്ക് വ്ളോഗ് എടുക്കും വേണം, കമ്പനിക്കായിട്ടുള്ള സ്റ്റോറി ഇടും വേണം. പിന്നെ ഡെസേർട്ട് ഞാൻ വഹിച്ചുകൂട്ടിക്കാൻ വന്നുള്ളൂ. സാധാരണ കൂട്ടിയിട്ട് വരാറ്. എന്റെ സൗണ്ട് കേൾക്കാണ്ടോ അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ സൗണ്ട് കുറവാന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഇപ്രാവശ്യം കമ്പനി മൈക്കുണ്ട്, ഞാൻ യൂസ് ചെയ്യും. അവിടെ പരിപാടി നടക്കുമ്പോൾ നമ്മളിവിടെ വീഡിയോ എടുക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ പോയി വീഡിയോ എടുക്കട്ടെ. എനിക്ക് ലൈഫിൽ ഏറ്റവും വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരു വണ്ടിയുണ്ട്. ഈ കാണാൻ വണ്ടി ടുണ്ട്ര. ഇതാണെങ്കിൽ അടിപൊളിയായി ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മളാൾക്കാരൊക്കെ പോയി ഇത് അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. നമ്മളിപ്പോ പോവും. സോ അത് ഡ്രൈവിന് പോണ വണ്ടികളാണ് ഇതൊക്കെ, നമ്മൾ കൂടെ വന്ന വണ്ടികള്. ഗൈസ്, നമ്മളിപ്പോ ഡ്രൈവിൽ തന്നെയാണ് ഉള്ളത്. അപ്പോ ഇവരൊക്കെ ബിഗ്നേഴ്സാ, അത് കാരണമാണ് ഈ ഡിലേ വരുന്നത്. അവർ ചെക്കാവുക, വീണ്ടും എടുക്കുക. ഈ സമയത്ത് കാണിക്കാന്ന് വിചാരിച്ചാൽ എന്താ നോക്കി ആൾക്കാർ ഡെസേർട്ടിൽ വന്ന് എൻജോയ് ചെയ്യണതിന്റെ ഒപ്പം തന്നെ ഉള്ള ട്രാഷൊക്കെ കൂടെ ഡംപ് ചെയ്തിട്ട് ഡെസേർട്ട് സ്പോയിൽ ചെയ്യാണ്. സീരിയസ് ആയി പറയട്ടെ. ഇപ്പൊ ഞങ്ങളിപ്പോ ഞങ്ങൾ ഡ്രൈവിൽ വന്നാൽ പോലും ഞങ്ങളൊരു എന്തെങ്കിലും ചിപ്സ് കഴിക്കണമെങ്കിലോ ചോക്ലേറ്റ്സ് കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ, നമ്മളൊക്കെ അത് വണ്ടിയിലാണ് ഡംപ് ചെയ്യുക. എന്നിട്ട് നമ്മളവിടെ ഓഫീസിലെത്തിയിട്ടാണെങ്കിൽ അങ്ങനെ, വീട്ടിലെത്തിയിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്ത് നോക്കി. അത്ര അധികം കേട്ടോ, അത്ര അധികം ടു ബാഡ്. സോ മാക്സിമം എല്ലാവരും വരുമ്പോ ഒരു ഗാർബേജ് ബാഗ് ആയിട്ട് വരിക, അതിൽ ഡംപ് ചെയ്യുക. ആള് പോയി. ഗൈസ്, ഇതൊരു ഹറി പറി വ്ളോഗാണ്. കാരണം വർക്കും വ്ളോഗും ഒരുമിച്ച് പോകണം.
എന്തായാലും ഇപ്പൊ എല്ലാവരും ചെക്കായ നിലയ്ക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഈ വണ്ടി FJ ആണ്. ഈ FJക്ക് നമ്മള് ഡ്രൈവിന് പോകാൻ വേണ്ടിയിട്ട് അതിന്റെ സസ്പെൻഷൻ മാറ്റിയിട്ടുണ്ട്. ലൈക്ക് ഓൾമോസ്റ്റ് 1 lakh dirhams ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് റെഡ് ഫ്ലോ എന്ന കമ്പനിയുടെ ലോങ് ട്രാവൽ സസ്പെൻഷൻ കിറ്റ് ആണ്. 1 lakh dirhams ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. അതായത് നാട്ടിലൊരു 22 ലക്ഷം രൂപയാണ് ഓൺലി സസ്പെൻഷൻ. ഓക്കെ, പിന്നെ ഡെസേർട്ട് പോണവർക്ക് അറിയുണ്ടാവും. അല്ലാത്ത ഇത് വീട്ടിലൊക്കെ അല്ല സാർ, ലൈക്ക് ടയറായിട്ട് അത് കണക്റ്റഡ് ആണ്. സോ നമ്മള് ടയർ കുറച്ചിട്ടാണല്ലോ ഡെസേർട്ടിൽ പോവുക. ആ സമയത്ത് വണ്ടി ഇങ്ങനെ സ്ലോപ്പായി പോകുന്ന സമയത്ത് ടയർ ബൾട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഈ വണ്ടിക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, സസ്പെൻഷൻ ചെയ്തിട്ട്, പിന്നെ ഫ്രണ്ട് റണ്ണർ എന്ന ബ്രാൻഡിന്റെ ഓസ്ട്രേലിയൻ ബ്രാൻഡിന്റെ റൂഫ് റാക്ക് കണ്ടത്. പിന്നെ ഇവിടെ കണ്ട നിങ്ങള് ഇത് എയർ കംപ്രസറാ ARBയുടെ. സോ അതിന് 2500 dirhams ഒക്കെ വരുന്നുണ്ട്, ഏകദേശം 50,000 rupees വരുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഇതിലെ ടയറിൽ എയർ ഡിഫ്ലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡെസേർട്ട് വരിക. പിന്നെ നമ്മൾ ഡ്രൈവ് കഴിഞ്ഞിട്ട് നോർമലി എല്ലാവരും ഷോപ്പിൽ പോയിട്ടാണ് എയർ ഫില്ല്. നമുക്കാണെങ്കിൽ പൈപ്പിൽ കുത്തിയിട്ട് നല്ല എയർ ഫില്ല്. പിന്നെ ഈ വണ്ടിയുടെ മെയിൻ സ്പെഷ്യാലിറ്റി ഇതിന്റെ പെയിന്റ് ആണ്. ഈ പെയിന്റ് പേരാണ് റാപ്റ്റർ പെയിന്റ്. തക്കുടുനി പെയിന്റ് ഞാൻ ചോദിച്ചാൽ എന്താ പറഞ്ഞാൽ അറിയോ, ഇത് മറ്റേ പൂഴിയായിട്ട് പെയിന്റ് അടിക്കണില്ലായിരുന്നു. പൂഴി ഇങ്ങനെ എറിഞ്ഞിട്ടേ പെയിന്റ് അടിക്കുന്ന വിചാരം തക്കുട ഇല്ലേ ബ്ലോക്കില്. പിന്നെ മോളി പാനൽ ഇതൊക്കെ നമ്മളെ കമ്പനി കസ്റ്റം ചെയ്ത സാധനം കേട്ടോ. അകത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ്സ്, കാറിൻ്റെ ഉള്ളിൽ കുറച്ച് മെസ്സാണ്, കാര്യമൊക്കെ ഉണ്ടാവും. സ്പാർക്കോടെ സീറ്റ്സ് ആണ് കേട്ടോ, റേസിംഗ് സീറ്റ്സ് ആണ്. നമ്മളെ മുതലാളിയുടെ പൈസ ഉള്ളതുകൊണ്ട് നമ്മൾ 4 മാറ്റി. സോ ഡോയിൻഡ്ര വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ബാക്ക് ടു വർക്ക്. ഒരു വണ്ടി സ്റ്റക്ക് ആയതാട്ടാ, ഫുൾ സ്റ്റക്കായി പോയി. കാരണം അവർക്ക് എങ്ങനെ ചെയ്തിട്ട് വണ്ടികൾക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ വിഞ്ചിട്ട് റോപ്പ് ഇട്ട് റിക്കവറി ചെയ്യണം. അപ്പോൾ അതാണ് ബാക്കിൽ നടന്നത്. പറ്റണക്ക് ഇപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. നൈസായിരുന്നു. ഇനി ആർക്കെങ്കിലും ദുബായിലുള്ള ആർക്കെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് മീ എ മെസ്സേജ് ഇൻ ഇൻസ്റ്റഗ്രാം. അപ്പോൾ ഇതെൻ്റെ കമ്പനിയുടെ ഡ്രൈവാണ്, പക്ഷെ നമുക്കൊരാളെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ക്യാമറ ജോബി ഉണ്ട്. ജോബി ഫസ്റ്റ് ടൈം ആട്ടാ ഡെസേർട്ട്. എങ്ങനത്തെ എക്സ്പീരിയൻസ് ജോബിയെ? നല്ലതാ, പ്രതീക്ഷയിലും അടിപൊളിയായിട്ടുണ്ട്. കംഫർട്ടബിൾ ആണ് അല്ലേ? എല്ലാരും അടിപൊളി മൈൻഡ് അല്ലേ? എല്ലാരും മെയിനായിട്ട് ഓഫ് റോഡിങ് മൈൻഡ് സെറ്റ് ആണ് ഉള്ളവര്. അവര് പറഞ്ഞാ നോർമലി ഒരു കാർ ഭ്രാന്ത് എന്ന നിലയില് അവർ കാർ വർക്ക് ചെയ്യുക, അവർക്ക് ഡ്രൈവിന് പോവുക, അവർക്ക് അടിപൊളി മൈൻഡാ ശരിക്കും പറഞ്ഞ. ഇന്ററാക്ഷൻസ് ആണെങ്കിലും നിനക്കിപ്പോ ഇവിടെ ആദ്യമായിട്ട് വരുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാ അല്ലേ? ജോബി ആദ്യമായിട്ടാണ് വരണേ, പക്ഷെ ചെക്കൻ കംഫർട്ടബിളാ. ഇതുമെന്നാണെങ്കി കണ്ണെടുക്കാൻ പറ്റുന്നില്ല കേട്ടാ. ഇട്ടുണ്ടാവുന്ന സരസ് ഒരു കടി കടിക്കാൻ പോകുന്നുണ്ട് ഇത്. സോ ഇത് ബ്രീഫിങ് നടക്കാണ്, ലൈക്ക് എങ്ങനെയാണ് സ്റ്റക്കായ എന്താക്കണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ. ഇവിടെ വണ്ടീനെ കുറിച്ച് ചർച്ച, അത് മാറ്റണം ഇത് മാറ്റണം അത് ഇത് ബാബ 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 ബാബ. ജോബി എനിക്ക് വേണ്ടിയിട്ടാ വീഡിയോസ് എടുക്കണത്. കാരണം ഞാൻ കമ്പനിക്ക് വേണ്ടി സ്റ്റോറിയും അതും ഇതൊക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ജോബിയോട് എടുക്കാൻ വന്നത്. ഇത് നമ്മളെ മാനേജർ ഉണ്ട് കേട്ടോ, അലി സാറിൻ്റെ. ഇതിനും അടിപൊളി സസ്പെൻഷനാണ് ഞങ്ങൾ വെച്ചത്. സസ്പെൻഷൻ യൂണിറ്റ് തന്നെ കണ്ട, ഇതാണ് അലി സാർ.
നമ്മളിപ്പോ കോഫി കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കാട്ടോ. സമയം ഏകദേശം ഒരു 9 മണി 9:30 സൂര്യൻ നന്നായി അടിച്ചു തുടങ്ങി. പിന്നെ നൈസായിരുന്നു. ഈ സസ്പെൻഷൻ ഒന്ന് നോക്കി ജസ്റ്റ്. ഇത് ലോങ് ട്രാവൽ സസ്പെൻഷൻ റോഗിന്റെ. നമ്മള് റെഡ് ഫ്ലോണ് റോഗ്. എല്ലാരും ചായ കുടിച്ചോണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾക്കിപ്പോ എങ്ങനത്തെ ടൈപ്പ് ഓഫ് വ്ലോഗാണ് എൻ്റെ പ്രതീക്ഷിക്കണമെന്ന് നിങ്ങൾ പറയണം. ഞാൻ അതിനനുസരിച്ച് വ്ലോഗ് ഉണ്ടാക്കും. ലാസ്റ്റത്തെ വീഡിയോയില് സൗണ്ട് കുറച്ച് കുറവായിരുന്നു. ഇപ്പത്തേല് ഞാൻ സൗണ്ട് കൂട്ടിയിട്ടാ പറയണത്. എത്രത്തോളം കിട്ടണമെന്ന് എനിക്കറിയില്ല. പിന്നെ എന്താ ചുറ്റും നോക്ക് മരുഭൂമി. അങ്ങനെയാണ് കാര്യങ്ങളെ കിടപ്പ്. കണ്ടുപിടിക്കൂടി വേറെ സോ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സാറിൻ്റെ വണ്ടിയില്ല കേട്ടോ. സാർ സേ ഹായ്. ഹലോ. സാറിൻ്റെ മാനേജറാണ് കേട്ടോ. പിന്നെ ഇടയിലൊരു പറ്റിക്കാരൻ. He's not seeing our car. ഇന്നത്തെ നമ്മുടെ ഡ്രൈവ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ ഇടുന്നില്ല അവർക്ക് എല്ലാവരും എത്രത്തോളം കണ്ടന്റ് എനിക്കറിയില്ല. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഞങ്ങളെ മോർണിംഗ് ഡ്രൈവ്. നിങ്ങൾ യു എയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ കാർ മോഡിഫൈ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കോൺടാക്ട് മീ. ഡ്രോപ്പ് മൈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലോ. ഡ്രൈവ് അത്ര ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ഷെയർ